ഹായ് അസ്സലാമലൈക്കും. എന്തുണ്ട് വിശേഷം? എല്ലാവരും നോമ്പൊക്കെ തുറന്ന് ക്ഷീണരഹിതരായിട്ട് കുത്തിരിക്കണം. പക്ഷെ എനിക്കിന്ന് ക്ഷീണമല്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കസ്റ്റാർഡിൻ്റെ ഒരു ഫ്രൂട്ട്സ് സലാഡ കഴിച്ചു. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ആ ലിങ്ക് എൻ്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയിട്ട് അത് കാണുക കേട്ടോ. അപ്പം ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഇന്ന് സൺഡേ ആണ്. നല്ല സ്പെഷ്യലായിട്ടുള്ള ദിവസമാണ് ഈ സൺഡേ പറയുന്നത്. പക്ഷേ ആ ഒരു ദിവസത്തിൽ തന്നെയാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് നോമ്പും വന്നിട്ടുള്ളത്. എൻ്റെ പൊന്നെ അങ്ങനെ മീൻ മാർക്കറ്റിലോട്ടൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ ബീഫ് വാങ്ങി അങ്ങനെ നല്ല ബീഫ് ബിരിയാണി വെക്കാം. ഇന്ന് നോമ്പല്ലേ. അപ്പോൾ നോമ്പിന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണ്ടേ. ഫസ്റ്റ് നോമ്പാണ്. പിന്നത്തേക്ക് നോമ്പ് എങ്ങനെയായിരിക്കും? അങ്ങ് ക്ഷീണിച്ച് തളർന്ന് അങ്ങനെ ഇന്ന് കുറച്ച് ഉഷാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമുക്ക് ബിരിയാണി വെക്കാൻ പറഞ്ഞിട്ടോ. എൻ്റെ പൊന്നെ ആദ്യം തന്നെ ഞാൻ കസ്റ്റാർഡ് പരിപാടികളൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ബിരിയാണി വെക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ അരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും 2-3 മണിയായിട്ടോ എൻ്റെ പൊന്നെ. അങ്ങനെ 3 മണിക്ക് ഞാൻ ബീഫും എല്ലാം ക്ലിയറായിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം ചെയ്തു. അങ്ങനെ ഞാൻ ബിരിയാണി വെക്കാൻ ഇറങ്ങിയിട്ടോ. എൻ്റെ പൊന്നെ കുക്കറിൽ ഒറ്റ വിസിൽ കുക്കർ ബിരിയാണി കഴിക്കണം ഇക്കാക്ക് ഇഷ്ടമല്ല. അപ്പോൾ കുക്കറിൽ റൈസ് മാത്രം വെച്ചിട്ട് അങ്ങ് ചട്ടിയിലോട്ട് അങ്ങ് മാറ്റി കേട്ടോ. അങ്ങനെ ബിരിയാണി എൻ്റെ പൊന്നെ സെറ്റായി. അടിപൊളി ടേസ്റ്റിൽ ബിരിയാണി സെറ്റായി. അങ്ങനെ എല്ലാം സെറ്റായിട്ടോ. അങ്ങനെ ഓരോന്നില്ല ഈ 2 കൈ കൊണ്ട് അതും ഓരോന്ന് സെറ്റാക്കി വിട്ടു. അങ്ങനെ എൻ്റെ പൊന്നെ ഇവിടെ ഭയങ്കര വെയിലാണെന്നൊക്കെ വിചാരിച്ചു. നല്ല ടയേർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വിചാരിച്ചു. പക്ഷേ നോമ്പായത് എന്താണെന്നറിയില്ല. പടച്ചോൻ അങ്ങ് തണൽ തന്നിക്കണം. എന്താ ഭയങ്കര ഒരു മൂടലായിട്ടൊരു ചാറ്റൽ മഴ ഇങ്ങനെ പെയ്തുട്ടോ. അൽഹംദുലില്ലാ അങ്ങനെ എല്ലാം റാഹത്തായിട്ട് ഞാൻ ഫസ്റ്റ് നോമ്പ് അൽഹംദുലില്ലാ സൂപ്പറായിട്ടുണ്ടായിരുന്നു. കസ്റ്റാർഡ് ഉണ്ടാക്കി പിന്നെ നഞ്ഞാരി സർബത്ത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെൻ്റെ മോളാണ് കേട്ടോ. അത് മാത്രം അവളാണ് ചെയ്തത്. അങ്ങനെ പള്ളിയിൽ നിന്ന് ഇവിടെ 30 ദിവസം കഞ്ഞി കിട്ടും കേട്ടോ. പള്ളിയിൽ നിന്ന് ചെറിയരിയും കൊണ്ട് അങ്ങനെ ഒരു കഞ്ഞി ഉണ്ട് കേട്ടോ. ജീരക കഞ്ഞിയൊക്കെ പറയും. അത് കിട്ടി. അതുണ്ട്. പിന്നെ വെള്ളമുണ്ട്, ഈത്തപ്പഴമുണ്ട്, മുന്തിരിയുണ്ട്, ഓറഞ്ചുണ്ട്, നമ്മളെ വാട്ടർ മെലോണുണ്ട്. അൽഹംദുലില്ലാ അങ്ങനെ റാഹത്തായിട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോൻ അങ്ങനെ വന്ന് തോണ്ടിയിട്ടും തുപ്പിയിട്ടും അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ മോൻ്റെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ബാങ്കിനും വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എൻ്റെ പൊന്നെ ബാങ്ക് അങ്ങനെ പള്ളിക്കുന്ന് അങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടോ ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓടി വന്ന് ബാങ്ക് കൊടുക്കണം കേട്ടതും അങ്ങനെ വെള്ളം കൊടുത്ത് കുടിച്ചു. അങ്ങനെ സലാഡ് ഒഴിച്ചു. അങ്ങനെ എല്ലാം അടിച്ചു അങ്ങ് വീശി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ സ്പെഷ്യൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഒക്കെ നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു. ഇവിടെ എനിക്കൊന്നും ക്ഷീണമില്ല കേട്ടോ. കാരണം ഇവിടെ നല്ല മഴ വന്നു കേട്ടോ. ചാറ്റൽ മഴ. പടച്ചോൻ്റെ ഒരു കറാമത്ത് എന്ന് പറയാം കേട്ടോ. അതെന്നെ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.